തലമുറകൾ മാറുമ്പോൾ ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസത്തെ ഷാഫി മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ചെറുപ്പക്കാരെ കുറച്ചൊക്കെ പക്വതയോടെ പെരുമാറണം എന്ന് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല സ്വന്തം നിലക്ക് നിലപാടും അഭിപ്രായ പ്രകടനവും നടത്തിയിരുന്നു. ഷാഫിയും മാങ്കൂട്ടവും നിലമ്പൂരിൽ കട്ടയ്ക്ക് പണിയെടുത്ത് UDF-നെ ചരിത്ര ഭൂരിപക്ഷത്തിലൂടെ വിജയിപ്പിക്കും എന്ന വാശിപ്പുറത്താണ് ഇറങ്ങിത്തിരിച്ചത്. അവിടെ വോട്ട് പെട്ടിയിലാക്കാൻ കെണി ഒരുക്കിയതാണ് CPM. പെട്ടിയിൽ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും മാങ്കൂട്ടവും ഷാഫിയും എതിർക്കുമെന്നും അതൊരു തുറുപ്പുചീട്ടാണ് എന്നും കണ്ടുകൊണ്ടാണ് ട്രോളി പൊട്ടിക്കൽ പാതിരാത്രി നടന്നത്. എന്നാൽ അന്ന് ഈ വിഷയം ചർച്ചയും വിവാദങ്ങളിലേക്ക് പതിയെ കാലെടുത്ത് വെക്കുകയും ചെയ്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ പറഞ്ഞു വലിപ്പം കൂട്ടാതെ മാന്യമായി VD സതീശൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നിലമ്പൂർ വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷം ഷാഫിക്കും മാങ്കൂട്ടത്തിനുമെതിരെ ഒരു ചേരി ഉണ്ടാക്കലായി. അതായത് എന്നേക്കുമായി അവരെ തീർക്കുക. അവിടെയാണ് മുരളീധരൻ ഷാഫിയെയും മാങ്കൂട്ടത്തിന്റെയും ചേർത്ത് പിടിക്കുന്നത്. നിലമ്പൂരിൽ വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടാണ് മുരളീധരന്റെ ഓരോ പറച്ചിലും. രാവിലെ ഒരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ തള്ളിവിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ UDF-നേക്കുള്ള ഒരു മുന്നണി പ്രവേശനം അൻവർ തള്ളുന്നുമില്ല. താൻ തോറ്റാൽ UDF വിജയിക്കട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അത് പിണറായിസം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന നിലമ്പൂരെ ജനത UDF-നാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആ കാര്യം വളരെ വ്യക്തമായി. അപ്പം മറ്റന്നാൾ റിസൾട്ട് വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. ഇപ്പം ഭരണവിരുദ്ധ വികാരം ഇത്തവണ പൂർണ്ണമായി UDF-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അത് വളരെ വൈകിയാണെങ്കിലും അൻവർ മനസ്സിലാക്കി. പക്ഷേ മറ്റു തുടർ നടപടികളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. എല്ലാ കാര്യങ്ങളും പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഇന്നലെ മുതൽ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അക്കാര്യത്തിൽ അത് മിഞ്ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞത് 20-ാം തീയതി തൊട്ട് കൊടുക്കുന്നു. 19-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ച വരെ കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു കാര്യവും നീങ്ങിയിട്ടില്ല. വെറുതെ വിടുകായത്ത് അടിക്കുകയാണ്. എന്തൊരാവേശത്തിലാണ് പറഞ്ഞത് ബാലഗോപാൽ. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് ഇലക്ഷൻ തട്ടിപ്പാണ്. 100% സദ്യയില്ലേ. എവിടെ ഇന്നലെ തൊട്ട് ആർക്കാ കിട്ടിയ ക്ഷേമ പെൻഷൻ? ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റൂ. അപ്പൊ ഇലക്ഷന് നിലമ്പൂരെ ജനങ്ങളെ വഞ്ചിക്കുക ചെയ്ത് പിണറായി വിജയൻ. കൈക്കൂലിയല്ല ഇവിടെ, കൈക്കൂലിയുടെ എല്ലാ പ്രശ്നം. കൊടുക്കാത്ത കാര്യം കൊടുക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച അത് നിലമ്പൂരെ ജനതയെ വഞ്ചിക്കാൻ നോക്കി. പക്ഷെ ആ വഞ്ചനയിൽ നിലമ്പൂരെ ജനം വീണിട്ടില്ല എന്നുള്ളത് മറ്റൊന്നാ തെളിയും. ചെറുപ്പക്കാർ തലമുറകൾ മാറുമ്പോൾ ശൈലികളിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു കാര്യം തരൂര് എപ്പോഴും തിരിച്ചു വരുമ്പോൾ ഓരോ വിവാദങ്ങൾക്ക് തിരികൊളുത്താറുണ്ട്. ഇത്തവണയും അദ്ദേഹം വന്ന് ഒരു വിവാദം തിരികൊളുത്തി. പക്ഷേ നേതൃത്വം ഒന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കേണ്ടെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പരിധിയുണ്ട്. അത് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, കോൺഗ്രസിന്റെ MP ആണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെക്കുറിച്ച് പ്രോട്ടോകോളിൽ ഞങ്ങളെക്കാൾ മേലെ നിൽക്കുന്ന ഒരാളെ വിമർശിക്കാനോ തെറ്റുകൾ പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല. അത് ദേശീയ അധ്യക്ഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രോട്ടോകോൾ പാർട്ടിയുടെ തത്വം ലംഘിച്ചു എന്ന് ഹൈക്കമാൻഡിന് തോന്നിയാൽ അവർക്ക് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാം.